നമസ്തേ. ഞാനിന്ന് കൽപ്പറ്റയിലേക്ക് പോകുമ്പോൾ, എൻ്റെ ഗ്രാമത്തിൽ നിന്ന് കൽപ്പറ്റയിലേക്ക് ബസ്സിൽ പോകുമ്പോൾ വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ ഭാഗമായ ഈ കുറിച്യർ മല എന്ന് പറഞ്ഞ ഒരു മല ഇങ്ങനെ ദൂരെ കാണാം. അപ്പോൾ അത് മുമ്പ് ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള അതിൻ്റെ കൊടുമുടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന് ചുവന്ന മണ്ണിങ്ങനെ അരുവി പോലെ താഴേക്ക് പച്ചപ്പിനെ ഇടയിലൂടെ ഒലിച്ചു വരുന്നത് ഇങ്ങനെ കാണാം. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ തരത്തിലുള്ള ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തിന് ഇതൊരു മണൽത്തരീൻ്റെ അത്രയേ ഉള്ളൂ. ഭൂമിയെ സംബന്ധിച്ച് ഒരു നഖം വെട്ടിയ അത്രയേ ഉള്ളൂ. ഇന്ത്യ മഹാരാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ ജില്ലയിലെ ഒരു ചെറിയ ഭാഗം. പക്ഷേ അതിൽ ഏതെങ്കിലും മനുഷ്യർ അതിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ലാൻഡ് സ്ലൈഡിൽ കുറിച്യർ മലയിൽ ആരും എന്തെങ്കിലും ദുരന്തം സംഭവിച്ചതായിട്ട് അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല. അത് വെറൊരു മണ്ണിടിച്ചിലായിരുന്നു. അവിടെ താമസക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ദുരന്തങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഞാനത് കണ്ടപ്പം ആലോചിച്ചത് ചൂരൽമലയിലെ മനുഷ്യരെ കുറിച്ചായിരുന്നു. ചൂരൽമലയിലെ മനുഷ്യരെ ഞങ്ങൾ ആ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ക്യാമ്പുകളിൽ പോയി കണ്ടപ്പോൾ അനുഭവിച്ച് അറിഞ്ഞതാണ്. ഒരമ്മ ഇങ്ങനെ കൈ പിടിച്ച ആ രാത്രിയുടെ അനുഭവങ്ങൾ നമ്മളോട് വിശദീകരിച്ചപ്പോൾ നമുക്ക് തന്നെ തൊണ്ടയിൽ വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. ആ അമ്മയ്ക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഓടി കുന്നു കയറുമ്പോൾ ഉള്ള ആ ഒരു അനുഭവം, അവരുടെ ആ ദാഹവും ആ വിറയലും ആനച്ചൂര് മണക്കുന്നതും ആ വെള്ളത്തിൻ്റെ ഹുങ്കാരവും, അട്ടകടിച്ച് ശരീരം നിറയെ അട്ടകടിച്ച് തൂങ്ങി മുള്ളു വലിഞ്ഞ് കല്ലും മണ്ണും വന്ന് കാലിൽ ചേറ് പൂണ്ട് ആ ഒരു അവസ്ഥ അവർ വിവരിച്ചപ്പോൾ അതേ വികാരത്തോടെ അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ അതിജീവിച്ച മനുഷ്യരുണ്ട്, മണ്ണിൻ അടിയിൽ പെട്ടുപോയ മനുഷ്യരുണ്ട്. അപ്പോൾ അവരുടെ സ്ഥിതി ഇന്ന് എന്താണ് എന്നുള്ളത് ഞാനിങ്ങനെ ചിന്തിച്ചു. അവർ എവിടേക്കോ ജീവിക്കുന്നു. ഭാവിയെപ്പറ്റി യാതൊരു തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ആ മനുഷ്യർക്ക് ആ ഭൂമിയുടെ വില കൊടുത്ത് അവരുടെ ജീവിതത്തിന്, അവരുടെ സ്വതന്ത്രമായ ജീവിതത്തിന് വിട്ടുകൂടാത്തതെന്നാണ്. അവർക്ക് വില്ലേജ് ഓഫീസുകളിൽ രേഖകൾ ഉണ്ടാവില്ലേ? അവർ നികുതി അടച്ച മനുഷ്യരല്ലേ? അവർക്ക് എന്തുകൊണ്ട് നല്ല വില കൊടുത്തുകൊണ്ട്, ന്യായവിലയല്ല പൊന്നും വില തന്നെ കൊടുത്തുകൊണ്ട്, അവർക്ക് വീട് വെക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ട് ആ മനുഷ്യരെ എന്തുകൊണ്ട് സ്വതന്ത്രമായി വിട്ടുകൂടാ? ഇപ്പൊ ടൗൺഷിപ്പ് എന്നതിലാണ് കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ടൗൺഷിപ്പ് വരാനുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ്, അതായത് വയനാട്ടിൽ ജന്മം ഭൂമിയില്ല, എല്ലാം പ്ലാന്റേഷനാണ്, എസ്റ്റേറ്റ് ആണ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തരം മാറ്റൽ, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ടൗൺഷിപ്പിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? എന്തുകൊണ്ട് ആ മനുഷ്യർക്ക് പണം കൊടുത്ത് അവരെ സ്വതന്ത്രമായി ജീവിക്കാൻ വിട്ടുകൂടാ എന്നുള്ളതാണ് ഓരോ സാധാരണ മനുഷ്യൻ്റെയും ചോദ്യം. ഇനിയിപ്പോൾ രേഖകളില്ലാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരെ ആ രീതിയിൽ കൺസിഡർ ചെയ്യണം, അതിനുള്ള പരിഹാരം കാണണം. അതിനാണല്ലോ തദ്ദേശ സ്ഥാപനങ്ങളും പിന്നെ ജില്ലാ കളക്ടറേറ്റും എല്ലാം പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചൂരൽമലയിൽ ഇപ്പോൾ 3 or 4 ജനകീയ സമിതികളുണ്ട്. പല രാഷ്ട്രീയക്കാരും പല രാഷ്ട്രീയം കളിക്കുന്നു. അതിൽ ജനങ്ങളുടെ പലരുടെ ഉള്ളിൽ ഈ പൈസയൊന്ന് കിട്ടി 10 സെൻറ്റാച്ചാൽ 10 സെൻറ്റ് എടുത്ത് ജീവിക്കാൻ ഒന്ന് തുടങ്ങിയാൽ മതി, ഒരു വീട് കിട്ടിയാൽ മതി, ഒരു വീട് വെക്കാനുള്ള പൈസ കിട്ടിയാൽ മതി എന്നൊക്കെയുണ്ട്. പക്ഷേ ആൾക്കൂട്ടത്തിൽ പെട്ടുപോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് ആ പ്രദേശങ്ങളിൽ ഈ ദുരന്തങ്ങളിൽ പെട്ടുപോയവർ, വീടും കാറും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നവർ. അവരൊക്കെ പറയുന്നത്, പൈസ എന്താച്ചാൽ കിട്ടിയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും 10 സെൻറ്റ് എടുക്കാലോ, വീട് വെക്കാലോ. എന്തുകൊണ്ടാണ് ഇത് ഗവൺമെൻറ് പരിഗണിക്കാത്തത്? ഈ ടൗൺഷിപ്പ് എന്നുള്ളതിൽ കടിച്ചു തൂങ്ങി അതിൽ അഴിമതി നടത്തി പണം പിടുങ്ങാൻ വേണ്ടി മാത്രമാണോ?
ഈ ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിഭജിച്ച് നിർത്തുന്നത്? അവരെ ഈ ടൗൺഷിപ്പിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇന്നല്ലാതെ അവർ അയ്യോ ഞങ്ങൾക്ക് തരാനുള്ള പൈസ ഇങ്ങ് തന്നേക്കും ഞങ്ങൾ പോയിക്കോളാം എന്ന് തന്നെ പറയും. അവരവരുടെ ജീവിതമാണല്ലോ പ്രധാനം. അപ്പോൾ ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ, അതാണ് ആ മനുഷ്യരുടെ മുന്നിലുള്ള പ്രതിസന്ധി. അതില്ലാതാക്കിയാൽ ആ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ചൂരൽമലയിലെ ജനങ്ങളോടുള്ള എൻ്റെ അപേക്ഷ എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അവരവരുടെ ജീവിതം നന്നാക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. ശ്രീ രവിശങ്കർ പറഞ്ഞു തന്ന ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല വിശിഷ്ട ഭോജ്യങ്ങൾ ഇങ്ങനെ വിളമ്പി നിരത്തി വെച്ചു. അസുരന്മാര് ഒരു വശത്ത്, ദേവന്മാര് മറുവശത്ത്. എല്ലാവരുടെ കൈകളിലും നീളൻ തവികൾ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അസുരന്മാർക്ക് ഈ വിശിഷ്ട ഭോജ്യങ്ങൾ കണ്ടപ്പോൾ കൊതി വന്നിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ബഹളം വെക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ആ നീളൻ കൈകൾ കൊണ്ട് ഇങ്ങനെ മടക്കി വായിലേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങി? ഇവര് അത് കോരി എടുക്കുമ്പോൾ മറ്റയാളെ തട്ടുന്നു, അത് ബഹളമാവുന്നു, അടിപിടിയാവുന്നു. അസുരന്മാരുടെ ഭാഗത്ത് ഭയങ്കരമായ ബഹളം. ഈ വിശിഷ്ട ഭോജ്യങ്ങളെല്ലാം അവർ ആ ഒരു കലഹത്തിൽ തട്ടിത്തെറിപ്പിച്ചു. പക്ഷെ ഇപ്പുറത്ത് ദേവന്മാരോ അവര് അഭിമുഖമായിരുന്നു. അതിനുശേഷം ആ നീളൻ തവികൾ വെച്ച് കെട്ടിയ കൈകൾ കൊണ്ട് അവരാ വിശിഷ്ട ഭോജ്യങ്ങൾ കോരി പരസ്പരം കൊടുത്തു. അങ്ങനെ അവർ ആ പ്രതിസന്ധിയെ അതിജീവിച്ചു. അതാണ് ദേവത്വവും അസുരത്വവും തമ്മിലുള്ള വ്യത്യാസമെന്ന് അന്നൊരു കഥയിൽ ഞങ്ങൾക്ക് ഗുരുജി പറഞ്ഞു തന്നതാണ്. അതാണ് എനിക്കിന്ന് ചൂരൽമലയിലെ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. വിശിഷ്ട ഭോജ്യങ്ങൾ പരസ്പരം കഴിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും സുഖമായിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷൻ വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ് ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം.